നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ആദ്യം 1-2 കാര്യം പറഞ്ഞേക്കാം. ടാരോ ക്ലാസ്സസ് ഇപ്പോൾ 2-3 ഒന്നിച്ച് നടക്കുന്നുണ്ട്. സോ ഇനി ഞാനിപ്പോൾ പെട്ടെന്ന് പുതിയ ബാച്ചായിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് മുന്നോട്ട് പോട്ടെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചിൻ്റെ കാര്യം പറയാം. സെക്കൻഡ് തിങ്, പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീക്ക് കൂടി ഞാൻ ഉണ്ടാവും. നെക്സ്റ്റ് വീക്ക് ഞാൻ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. സോ വേണ്ടവർ ഇപ്പോൾ കോൺടാക്ട് ചെയ്തോളൂ. ഈ വീക്കിന് ബുക്കിംഗ്സ് ഇപ്പോൾ ഐ തിങ്ക് മൺഡേക്ക് ഉണ്ട്, ബട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്കിംഗ് കിട്ടും. സോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഓക്കെ, സോറി, ഈ വീക്ക് എന്ന് പറയുമ്പോൾ വീക്ക് കഴിഞ്ഞിട്ടില്ല. സോറി, ഞാൻ പറയുമ്പോൾ തെറ്റിപ്പോയി. അടുത്ത ആഴ്ച കേട്ടോ, 8-ാം തീയതിക്ക് ശേഷം 8 to 15 ഇടയിലുള്ള ആ വീക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യൂ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇടയിലുണ്ടാവില്ല. ഓക്കെ, സോ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ്, ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. റിലേഷൻഷിപ്പ് എന്നല്ല, സോറി, ഇന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ വേറെയാണ്. ആ രീതിക്ക് എടുത്തേക്കാമെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കാൻ പോകുന്നത്, നിങ്ങളെ ഓർക്കുന്നത് ആരാണ്? ഹൂ ഈസ് തിങ്കിങ് അബൌട്ട് യു? ഓക്കെ, ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഈ റീഡിങ് കാണുമ്പോൾ നിങ്ങളെ ആരാണ് ഓർക്കുന്നത്? അവരെ എനർജി നമുക്ക് പിക്ക് ചെയ്യാൻ ശ്രമിക്കാം. അതിപ്പോൾ ആരും ആവാം. ഓക്കെ, നമ്മൾ ഫാമിലി മെമ്പറിന് ഞാൻ വെക്കുന്നില്ല. ഓക്കെ, ചിലപ്പോൾ മേ ബി നിങ്ങളെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ എക്സ് ആവാം. ഓക്കെ, എക്സ് ആവാം, ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ അങ്ങനെ ആവാം, ചിലപ്പം റിലേഷൻഷിപ്പ് ആണെങ്കിൽ അങ്ങനത്തെ പേഴ്സൺ ആയിരിക്കാം. സോ ആരെങ്കിലും ആവട്ടെ. ഓക്കെ, നമുക്ക് ആരാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത്, ആൻഡ് അവർക്ക് എന്താ നിങ്ങളോട് പറയാനുള്ളത് എന്ന രീതിക്ക് നമുക്ക് നോക്കാം. സോ ഇതിൽ കൂടുതലും പക്ഷെ വരുന്നത് മിക്കവാറും റിലേഷൻഷിപ്പ് തന്നെ ആവാനാണ് ചാൻസ്. കാരണം ഇവിടെ അത് കാണാൻ ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരാണ്. സോ മോസ്റ്റ്ലി അങ്ങനത്തെ എനർജി ആയിരിക്കും ഞാൻ പിക്ക് ചെയ്യാം. വേറെ എന്തെങ്കിലും എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ട്സ് അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയാം. ഓക്കെ, സോ ആരാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നത്, ആൻഡ് അവർക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ നോക്കാം. ഓക്കെ, സോറി, ഞാൻ ഇത് ആദ്യം എടുക്കാം. ഓക്കെ, ഈ ഡെക്കിന്ന് നമുക്ക് ഹൂ ഈസ് തിങ്കിങ് അബൌട്ട് യു. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, യാതൊരു ഡൗട്ടും ഇല്ല. ആദ്യം വന്നത് തന്നെ ലവേഴ്സ് കാർഡാണ്. ഓക്കെ, യെസ്. ഓക്കെ, കോഫിൻ, ജേർണി. ഓക്കെ, ശരിക്കും ചിരി വരും ചില സമയത്ത്. ഓക്കെ, നമുക്ക് ഒരു ഹൗസ് കാണുന്നുണ്ട്. ഓക്കെ, വൺ മോർ മെസ്സേജ് ഓഫ് കൺസേൺ. ഓക്കെ, ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഇത് റിലേഷൻഷിപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല, വലിയ കാര്യമായിട്ട് വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഇവിടെ കുറച്ച് പേർക്ക് ചിലപ്പോൾ വേറെ ആരെങ്കിലും ആവാം, ഞാൻ പറയാം. ഓക്കെ, അത് ഞാൻ അറിയിക്കാം. ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്ന മെയിൻ ആയിട്ട് എനിക്ക് കാണുന്നത് അഗൈൻ റിലേഷൻഷിപ്പ് തന്നെയാണ്. ഓക്കെ, റിലേഷൻഷിപ്പ് ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ബന്ധത്തിലുള്ള ആൾക്കാരായിരിക്കാം, പക്ഷെ കുറച്ച് പേർക്ക് ഇവിടെ എനിക്ക് കോഫിൻ കാണുന്നുണ്ട്. സോ എൻഡായി പോയ ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഒരു എൻഡിങ് എന്ന രീതിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം, നോ കോൺടാക്ട് ആയിരിക്കാം. ടോട്ടൽ നോ കോൺടാക്ട് എന്ന് ഞാൻ പറയുന്നില്ല, അറ്റ്ലീസ്റ്റ് ഒരു അകൽച്ചയോ സെപ്പറേഷനോ തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു എൻഡിങ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടെമ്പററി സെപ്പറേഷൻ ആയിരിക്കാം. ഓക്കെ, ഒരു അകൽച്ച എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ചിലപ്പോൾ എക്സ് എന്നുള്ള രീതിയിൽ മേ ബി നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കാണും ഇപ്പോൾ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ എക്സും ആവാം കുറച്ച് പേർക്ക്, കാരണം ആ ഡെത്ത് എനർജി വരുന്നുണ്ട് ഉള്ളതുകൊണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക്, യെസ്, കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ലൈക്ക് നിങ്ങൾ വിഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ മരിച്ചവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മരിച്ച ലൈക്ക് അവരായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ സ്പൗസ് ഓർ പാർട്ട്ണർ ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല, വളരെ ചുരുക്കം പേർക്ക്. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മേ ബി അവരുടെ ഭാഗത്തുനിന്നും ആവാനുള്ള സാധ്യത, നമ്മൾ മെസ്സേജസ് നോക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പറയാം അങ്ങനെ ഉണ്ടോയെന്ന്. ബട്ട് മേ ബി അവരുടെ ഭാഗത്തുനിന്നും ആവാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ പേഴ്സൺ ദൂരെയാണെന്നുള്ളത് എനിക്ക് കാണുന്നുണ്ട്. അഗൈൻ ഡിസ്റ്റൻസ് പറയുമ്പോൾ നമ്മളിപ്പോൾ യാത്രയാണ് ഇവിടെ കൂടുതൽ എടുത്ത് കാണുന്നത്. ട്രെയിൻ അല്ലെങ്കിൽ ദൂരെ യാത്രയ്ക്ക് പോയ ഒരു വ്യക്തി. സോ നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ദൂരെ ആയിരിക്കും. ചിലപ്പോൾ അവർ ജോലി ദൂരെ ആയിരിക്കാം, വർക്കിംഗ് ദൂരെ ആയിരിക്കാം, വേറെ സ്ഥലത്തായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ആ ഡിസ്റ്റൻസ് ആയിരിക്കാം. സോ എന്തായാലും ദൂരെയാണ് പേഴ്സൺ കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വർക്കിന് വേണ്ടി എവിടെയെങ്കിലും പോയി, അങ്ങനെയാവാം. ഓക്കെ, സോ ഇവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അവർ ട്രാവൽ ചെയ്യുന്ന വ്യക്തി, ട്രാവലിംഗ് എന്തെങ്കിലും കാര്യത്തിന് ഇപ്പോൾ അവർ പോയിട്ടുണ്ടാവാം, യാത്ര പോയിട്ടുണ്ടാവാം. ഹൗസ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി മാരീഡ് എനർജി, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഫാമിലി പോലെ ഉള്ള ഒരു എനർജി വരുന്നുണ്ട്. മാരീഡ് ആവണം നിർബന്ധമില്ല, മാരീഡ് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ക്ലോസ് ആയിരിക്കാം, ചിലപ്പോൾ ഫാമിലി പോലെ കാണുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടാവാം. സോ ആ രീതിക്ക് കുറച്ച് പേർക്ക് അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. മെസ്സേജ് ഓഫ് കൺസേൺ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പേഴ്സൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും റീസെൻ്റ് ആയിട്ട് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും മെസ്സേജ് ചിലപ്പോൾ വന്ന് കാണാം. അതായത് എന്തെങ്കിലും ഒരു
കൺസേൺ ആണ് പറയുന്നത്. സോ നിങ്ങൾക്ക് അവരുടെ എന്തെങ്കിലും വിഷമം എന്തെങ്കിലും നിങ്ങളെ അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് ചിലപ്പോൾ എന്തെങ്കിലും കേട്ട് കാണാം. അങ്ങനത്തെ ഒരു എനർജി കൂടി ഇവിടെ ഉണ്ട്. സോ മേ ബി അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, മേ ബി ആ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ചിലപ്പോൾ എന്തെങ്കിലും അവരുടെ ടെൻഷനോ പ്രശ്നങ്ങളോ പറഞ്ഞു കാണാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള രീതിക്ക് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞു കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ അവരെ ഓർത്തൊരു ടെൻഷനുള്ള പോലെ കാണുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾക്കൊരു വറി ഉണ്ടാവാം, എന്നിട്ട് അവർ എന്തെങ്കിലും ഓക്കെ ആണോ എന്ന രീതിക്ക് ചിലപ്പോൾ നിങ്ങൾക്കൊരു വറി ഉണ്ടാവാം. കുറച്ച് പേർക്ക് ഓക്കെ, എന്തായാലും ഒരു മെസ്സേജിൻ്റെ കാര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു മെസ്സേജ് ഇപ്പോൾ കിട്ടിക്കാണാം, അല്ലെങ്കിൽ നിങ്ങൾ അതിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കാണാം ചിലപ്പോൾ അവരെക്കുറിച്ച്. ഓക്കെ, ഒരു മെസ്സേജ് ഓഫ് കൺസേൺ, ഞാനത് പിന്നീട് എന്തെങ്കിലും തോന്നുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഇവിടെ കുറച്ചുകൂടി ക്ലാരിറ്റി എടുക്കാം. ഓക്കെ, ആ പേഴ്സണിനെ കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. 2 of Pentacles, 9 of Pentacles, ഡെത്ത് എനർജി വീണ്ടും വന്നു. സോ യെസ്, ഇവിടെ ഓക്കെ ഞാൻ പറയാം. നൈറ്റ് ഓഫ് കപ്സ്, 3 of Wands. ഓക്കെ, സി നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, ലവേഴ്സ് എനർജി വീണ്ടും വന്നിട്ടുണ്ട്. വാവ്, ബ്യൂട്ടിഫുൾ. നമുക്ക് ഡബിൾ ട്രിപ്പിൾ അങ്ങനെ കൺഫർമേഷൻസ് വരുമ്പോൾ നമുക്ക് ഓക്കെ സിറ്റുവേഷൻ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. ഓക്കെ, സോ ഇവിടെ ഓക്കെ ഇവിടെ എനിക്ക് കാണുന്ന അഗൈൻ സെയിം തിങ്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളൊരു ഡിസ്റ്റൻസ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അഗൈൻ സെപ്പറേഷൻ ആയിരിക്കാം, എൻഡായ സിറ്റുവേഷൻ ആയിരിക്കാം, എൻഡായിട്ട് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഇനി വേണ്ട ബന്ധം എന്ന് പറഞ്ഞ് ചിലപ്പോൾ പോയി കാണാം, ചിലപ്പോൾ അതായിരിക്കാം. സോ അഗൈൻ ഡെത്തും വന്നിട്ടുണ്ട്, ലവേഴ്സ് എനർജിയും വന്നിട്ടുണ്ട്. സോ യെസ്, ഇത് കൂടുതലും നിങ്ങളുടെ ഒരു എക്സ് പാർട്ട്ണർ അല്ലെങ്കിൽ എക്സ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ എനർജി. ഓക്കെ, രണ്ടും എടുക്കാം. ഓക്കെ, സോ മെയിൻ അങ്ങനെ തന്നെയാണ് വരുന്നത്. കുറച്ച് പേർക്ക് ഞാൻ പക്ഷേ അഗൈൻ ഇവിടെ എൻ്റെ മനസ്സിൽ വീണ്ടും സെയിം കാര്യം കയറി വന്നു. നിങ്ങളുടെ കാരണം ഇവിടെ ഇതൊരു വിഡോ എനർജി എന്ന രീതിക്ക് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് വിഡോ അല്ലെങ്കിൽ യെസ് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ഇപ്പോഴും ഹസ്ബൻഡിനെ കുറിച്ച് നിങ്ങളുടെ ഹസ്ബൻഡിനെ യെസ് വിഡോ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ആവാം. ഓക്കെ, സോ ഇവിടെ പക്ഷെ ഒരു കാര്യം, ഓക്കെ അങ്ങനെ മരിച്ചവരുടെ ആണെങ്കിൽ ഞാൻ എടുത്ത് പറയുന്നില്ല, ഡീറ്റെയിൽസ് ഒരുപാട് ഞാൻ ആലോചിച്ച് പറയാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ, ഇപ്പം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ വ്യക്തി, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും എവിടെയോ ഒരു കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ഓക്കെ, ജഗ്ലിംഗ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അവർ നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ള ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ജഗ്ലി ചെയ്യുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സോ നിങ്ങളുടെ മേ ബി ഒരു ഇനിയിപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെയും എന്തെങ്കിലും ഉണ്ട് കാര്യങ്ങൾ, മേ ബി ഫാമിലി ഇമ്പോർട്ടൻ്റ് അങ്ങനെ വലുതും ആയിരിക്കാം. ഇവിടെ ഇപ്പം നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ എന്ന രീതിക്കുണ്ട്. 9 of Pentacles ആണ് ഒന്ന് നമ്മൾ പറയില്ല, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന എനർജിയാണ്. പേഴ്സണായാലും നിങ്ങളായാലും ഐ തിങ്ക് ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തനിച്ച് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, പക്ഷേ നിങ്ങൾ ഹാപ്പിയാണ്. ഐ മീൻ നിങ്ങളായാലും ഐ തിങ്ക് അവരായാലും ഇപ്പോൾ അവരവരുടെ ലൈഫിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും, നിങ്ങളുടെ കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ നോക്കി നിൽക്കുന്ന ഒരു എനർജി ഉണ്ട് ഇപ്പോൾ ഇവിടെ എനിക്ക്. ഇവിടെ അങ്ങനെ നിങ്ങൾ തമ്മിൽ എൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ, പേഴ്സൺ എന്താ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അവർ തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത്, അവർ റീച്ച് ഔട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളോട് ഇപ്പോൾ അവർക്ക് റൊമാൻറ്റിക്കലി നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഞാൻ പറഞ്ഞ മരണപ്പെട്ടവരാണെങ്കിൽ അത് ഞാൻ വേറെ പറയാമെന്ന്. ഇത് കൂടുതലും നമ്മളിപ്പോൾ നിങ്ങളുടെ എക്സ് അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർ നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ കൂടുതലും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് അവർക്ക് സ്നേഹത്തോടെയുള്ള ഫീലിങ്സ് ഇപ്പോൾ അത് എന്തുകൊണ്ടോ അവരുള്ളിൽ ആ ഒരു സ്നേഹത്തിൻ്റെ ഫീലിങ്സ് ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. ആൻഡ് അവർ നിങ്ങളെ കാണാൻ വരാൻ ആഗ്രഹിക്കുന്നു, മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. മെസ്സേജിൻ്റെ ഒരു എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ പക്ഷേ റീച്ച് ഔട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഐ തിങ്ക് റീച്ച് ഔട്ട് അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്ലാനിങ് എനർജിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, പ്ലാനിങ് സ്ട്രാറ്റജൈസിങ്, അതായത് അവർ ചിന്തിക്കുന്നത് എങ്ങനെ ഞാൻ റീച്ച് ഔട്ട് ചെയ്യാം, എങ്ങനെ ഞാൻ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ്. ഓക്കെ, ഇവിടെ ഒരു സ്ലോ എനർജിയാണ്, പക്ഷെ പെട്ടെന്ന് എടുത്ത് ചാടി വരുമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഡിസ്റ്റൻസ് നിങ്ങൾ കുറച്ചായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടാണ് നിങ്ങൾ മാറിയതെങ്കിൽ, കാരണം ക്വീൻ ഓഫ് സോർട്സ് എനർജി അവർക്ക് എവിടെയോ നിങ്ങളെ ഒരു പേടിയുണ്ട് എന്ന് പറയാം. ഓക്കെ, കാരണം അവർ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള ഒരു ഡൗട്ടാണ്. ആൻഡ് ഇവിടെ പക്ഷെ അവർ സ്ലോലി സ്ട്രാറ്റജിക്കലി നമ്മൾ പറയില്ല, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇട്ടിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ പെട്ടെന്ന് മീറ്റ് ചെയ്യാനോ പുറത്ത് വെച്ച് എവിടെയെങ്കിലും മീറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വരാനോ അങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന രീതിക്കൊക്കെയാണ് ചിന്തിക്കുന്നത്. പെട്ടെന്ന് ചെയ്യല്ല, ഒരു സ്ലോലി വരാൻ തയ്യാറെടുക്കുന്നുണ്ട്. ഓക്കെ, മെല്ലെയാണ് വരുന്നത്. ഓക്കെ, പെട്ടെന്നല്ല.
കാരണം അവർക്ക് എവിടെയോ നല്ല പേടിയുണ്ട് അവർക്ക്. ഓക്കെ, കാരണം ഇവിടെ ക്വീൻ ഓഫ് സോഡ്സ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ആണ്. എനിക്കിത് നിങ്ങളുടെ എനർജി തന്നെയാണ് വരുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി വല്ലതൊക്കെ ഉണ്ടാവാം കുറച്ച് പേർക്ക് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് യെസ് തേർഡ് പാർട്ടിയുടെ എനർജി ഉണ്ട് ഇവിടെ. കുറച്ച് പേർക്ക് തേർഡ് പാർട്ടിയിൽ എന്തെങ്കിലും നിങ്ങളെ വിട്ടിട്ട് തേർഡ് പാർട്ടിയിലേക്ക് പോയതോ അങ്ങനെ എന്തെങ്കിലും ആവാം. ബട്ട് ഇവിടെ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെന്ന് അവർക്ക് അറിയാം. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് അഗൈൻ ലേഡീസ് ജെൻസ് എന്നല്ല കേട്ടോ. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കണം. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ആരെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അവർ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് അറിയാം ഈ പേഴ്സൺ. ഐ എം ഷുവർ ഇത് പുതിയ പേഴ്സൺ അല്ല. ബൈ ദ വേ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉള്ള വ്യക്തിയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് അവരോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് അവർക്ക് അറിയാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു എനർജിയിൽ നിങ്ങൾ തമ്മിൽ വന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ആയിരിക്കാം. അവർക്കൊരു ടെൻഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളൊരു പേടിയുണ്ട്. സോ അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എനിക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ വരണം എന്ന രീതിയിൽ ഇപ്പോൾ ചിന്തിക്കുകയാണ്. ഓക്കെ, സോ നോക്കട്ടെ അവരുടെ ഉദ്ദേശം എന്താ നോക്കാം. ഇവർ ഈ പേഴ്സൺ എനിവേ ലവേഴ്സ് എനർജി നമുക്ക് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഓക്കെ ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ തമ്മിലുള്ളത് വളരെ സോൾ കണക്ഷൻ ആണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, സോൾ കണക്ഷൻ ആണ്. നിങ്ങളെ വിട്ടുമാറി നിൽക്കാനൊന്നും അവർക്ക് പറ്റുന്നില്ല. ഓക്കെ, നിങ്ങളെ ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം നിങ്ങൾ തമ്മിൽ അകന്നാലും നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് വളരെ ഡീപ്പാണ്. ഓക്കെ, 2 തവണയാണ് നമുക്ക് കൺഫർമേഷൻ വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്കും. ആൻഡ് ഇത് ഒരു ശരിക്കും യൂണിവേഴ്സായിട്ട് നിങ്ങളെ ഒരു ആക്ച്വലി റിയൂണിയൻ്റെ എനർജി എന്ന് കൂടി നമ്മൾ വിളിക്കും ഇതിനെ. സോ റിയൂണിയൻ എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ അവർക്ക് എന്താണ് വേണ്ടത് നിങ്ങളുമായിട്ട് എന്നുള്ളത് നോക്കാം. അവരെന്താണ് what do they want from you അല്ലെങ്കിൽ what do they want in this relationship. Okay, Queen of Wands energy, good. 4 of Wands energy, World card, 6 of Swords, one more card ഒന്നുകൂടി എടുക്കണം. ഓക്കെ, 10 of Wands. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ പറയാം. അവർക്ക് വേണ്ടത് നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ ആണ്. ഓക്കെ, റിയൂണിയൻ, റീസ്റ്റാർട്ട്, നിങ്ങൾ തമ്മിൽ വീണ്ടും പാഷനേറ്റ് ആയിട്ട് ന്യൂ ബിഗിനിങ്, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ സൈക്കിൾസ് ഉണ്ടെങ്കിൽ, അതായത് വീണ്ടും നമ്മൾ പറയില്ല ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അടുക്കും സെപ്പറേഷൻ വരും വീണ്ടും അങ്ങനെയുള്ള സൈക്കിൾസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവരത് എൻഡ് ചെയ്തിട്ട് നിങ്ങളുമായിട്ടൊരു സ്റ്റേബിൾ എനർജി ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്ക് മാരേജ് ആയിരിക്കാം, പറ്റുന്നവർക്ക് മാരേജ് സെലിബ്രേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് അഗൈൻ നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഓക്കെ, റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ പിന്നിൽ ഉപേക്ഷിച്ച് നമ്മൾ പറയും പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് മാറ്റി സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, അവർക്ക് മുന്നോട്ട് ആൻഡ് ഇവിടെ നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ പാഷനൊക്കെ ഫീൽ ചെയ്യുന്ന ഞാൻ പറഞ്ഞ പോലെ റൊമാൻറ്റിക് ഫീലിങ്സ് വളരെയധികം കൂടിയിട്ടുണ്ട്. ഇതിനെന്താ റീസൺ ആവോ? ഓക്കെ, സോ അവർ നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഇതായിട്ടോ അല്ല, പക്ഷേ പേടിയുണ്ട് എവിടെയോ. അവർ ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള ഒരു ടെൻഷൻ ആയിരിക്കാം. ഐ തിങ്ക് ഇന്നലെയും ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലേ. ഓക്കെ, സോ കുറച്ചൊരു ഭാരമുണ്ട് അവർക്ക്, ഒരു ടെൻഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു ഇത് റിലേഷൻഷിപ്പ് അവർ വന്നാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് തോന്നുന്നത്. അത് കാരണം ഒന്ന് മാറി നിൽക്കുകയാണ് ഇപ്പോൾ. യെസ്, അവർക്ക് കുറ്റബോധമുണ്ട് ഒരുപാട്. ഓക്കെ, കുറ്റബോധവും കാണുന്നുണ്ട്. പക്ഷെ അവരൊന്ന് മാറി നിൽക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, ഹോൾഡ് ബാക്ക് ചെയ്യുകയാണ്. ബിക്കോസ് അവർക്ക് മുന്നോട്ട് വരാനൊരു ചെറിയ ധൈര്യക്കുറവുണ്ട് എന്ന് പറയാം. ഓക്കെ, വേറെ എന്തെങ്കിലും നോക്കണം. ഓക്കെ, നമുക്ക് അവരുടെ മെസ്സേജസ് ആയിട്ട് എടുത്തേക്കാം. ഓക്കെ, അവർ മെസ്സേജസ് നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഐ തിങ്ക് ഞാൻ നേരത്തെ ഒരു കാര്യം ഉദ്ദേശിച്ചത്, ഇപ്പോൾ മരിച്ചവരാരെങ്കിലും ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് മരിച്ചത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് അവർ പറയാൻ ആഗ്രഹിക്കുന്ന അവർക്ക് ഇപ്പോഴും നിങ്ങളോട് യെസ് അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് ഐ ഡോണ്ട് നോ വൈ ഇത് എത്ര പേർക്ക് മാച്ച് ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പൊക്കോളൂ, ഫോർവേഡ് ചെയ്ത് പൊക്കോളൂ. കുറച്ച് പേർക്ക് ഇവിടെ അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് അവർക്ക് നിങ്ങളോട് ഇപ്പോഴും മീൻസ് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട്. മേ ബി അവരുടെ സോൾ നിങ്ങളോട് പറയുന്നതായിരിക്കാം. ഓക്കെ, ആ ഒരു മെസ്സേജ് ഞാനിവിടെ എൻ്റെ നെഞ്ച് കൈവച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാണിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ആ ഒരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. ആരോ നിങ്ങളോടൊരു മെസ്സേജ് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദാറ്റ് അവർ ഇപ്പോഴും അവരുടെ സോൾ എപ്പോഴും നിങ്ങളുടെ ചുറ്റുമുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരു സമയങ്ങൾ അല്ലെങ്കിൽ സൈക്കിൾ എൻഡായി കഴിഞ്ഞാലും അവർ ആഗ്രഹിക്കുന്നുണ്ട് തോന്നുന്നു ദാറ്റ് വീണ്ടും ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കണം എന്ന്. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ഐ തിങ്ക് അത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ബട്ട് സംതിങ് അവരൊരു സ്നേഹത്തോടെ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന പോലെയുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ മേ ബി അവിടെ നിങ്ങൾക്കൊരു സമാധാനം തരാനായിരിക്കാം ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയുന്നൊരു ഫീലിംഗ് എനിക്ക് വരുന്നു. ഞാനിങ്ങനെ ചെയ്തിട്ടില്ല ഇന്ന് വരെ, പക്ഷെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് കയറി വന്നു. സോ ആർക്കെങ്കിലും ഉള്ളതായിരിക്കാം. ഓക്കെ, സോ ഓക്കെ.
നിങ്ങൾക്കുള്ള ജനറലായിട്ട് കാണുന്നവർക്കുള്ള മെസ്സേജ് എടുത്തേക്കാം ഞാൻ. ഈ സ്പിരിച്വൽ കാര്യങ്ങൾ ചില സമയത്ത് ലൈക്ക് വളരെ സർപ്രൈസിങ് ആണ്. എന്താണ് ചില നേരത്ത് നമുക്ക് ഫീൽ ചെയ്യുക, എന്താ വരിക എന്ന് ചിലപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവില്ല. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട്, നിങ്ങളെ ഓർക്കുന്ന വ്യക്തി, അവർ നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? ഒന്നിച്ചെടുത്തിട്ട് പറഞ്ഞാൽ പോരെ, ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ക്വീൻ ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ട്, റിപ്പീറ്റ്. നൈറ്റ് ഓഫ് കപ്സ് അതിൻ്റെ റിപ്പീറ്റ് വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, മെയിനായിട്ട് ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് അത് മറ്റുള്ളവർ കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മേ ബി ഗോസിപ്പ് ആയിരിക്കാം. ഓക്കെ, വേറെ ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞതായിരിക്കാം നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഇടയിൽ പറഞ്ഞ് ഐ തിങ്ക് ഒരു പ്രോബ്ലം വന്നതുപോലെയുണ്ട്. സോ ഇവിടെ അവർ പറയുന്നത് ആരോ എന്തോ പറഞ്ഞോട്ടെ എന്നാണ്. ഓക്കെ, ലെറ്റ് ദ ഡോഗ്സ് ബാർക്ക്, അതായത് ആരെന്ത് പറഞ്ഞാലും ശരി, എനിക്ക് പ്രശ്നമില്ല എന്നാണ് അവർ പറയുന്നത്. സോ അതുപോലെ തന്നെ നിങ്ങളോട് മേ ബി ഈ സിറ്റുവേഷനിൽ ആയിരിക്കാം ഉദ്ദേശിക്കുന്നവർ ദറ്റ് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഓക്കെ ആണ് എന്ന രീതിക്ക് പറയുന്നുണ്ട്. സോ അവർ ആ കോമ്പറ്റീഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഗോസിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് അവർ നിങ്ങളുമായിട്ട് പക്ഷെ അവർക്ക് ഒരു ബന്ധം വേണം എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെയാണ്. ഓക്കെ, ഗോസിപ്പ് ഒന്നും മാറ്റർ അല്ല എന്ന് പറയുന്ന പോലെ. ഓക്കെ, മാനിഫെസ്റ്റിംഗ് ഹെൽത്തി ചേഞ്ചസ് ഇൻ അവർ റിലേഷൻഷിപ്പ്. ഓക്കെ, അവർ പറയുന്നത് ഇവിടെ അവരൊരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജഡ്ജ്മെൻറ്റ് ടൈമാണ്. സോ ഇവിടെ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും കാര്യങ്ങളെ ചിന്തിച്ച് നമ്മളൊന്ന് തീരുമാനങ്ങൾ എടുക്കുക, മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ്. സോ ഇവിടെ അവർ ഈ റിലേഷൻഷിപ്പ് എന്താണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് എന്ത് ബന്ധമാണ്, എൻ്റെ ഇതിനെ മുന്നോട്ട് എന്താ ചെയ്യേണ്ടത്, അപ്പം ഇതുവരെ ചെയ്ത തെറ്റും ശരിയും ഒക്കെ ചിന്തിച്ച് ഞാൻ മുന്നോട്ട് ന്യായമായത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ്. റൈറ്റ് ഡിസിഷൻ എടുക്കാൻ അവർ ട്രൈ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അവർ കാര്യങ്ങളെക്കുറിച്ച് നല്ലോണം ചിന്തിക്കുന്നുണ്ട് എന്നാണ്. ദിസ് ഹാർട്ട് ബ്രേക്ക് ഈസ് പെയിൻഫുൾ, ലെറ്റിംഗ് ഡൗൺ ആൻഡ് ദ ബ്രേക്കിംഗ് ഓഫ് ട്രസ്റ്റ് ഹാസ് ലെറ്റ് ടു ഇമോഷണൽ ടേമോ. ഐ തിങ്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ട്രസ്റ്റ് ബ്രേക്കാണ് ഉണ്ടായിട്ടുള്ള. പേഴ്സൺ നിങ്ങളെ എവിടെയോ ഒരു ചീറ്റിംഗ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ നിങ്ങളോട് നുണ പറഞ്ഞ് കാണാം, എന്തെങ്കിലും അവോയ്ഡ് ചെയ്ത് കാണാം. സോ അങ്ങനെ നിങ്ങളുടെ ഒരു ട്രസ്റ്റ് ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. ആൻഡ് ആ ട്രസ്റ്റ് ബ്രേക്കിംഗ് അവർക്ക് അറിയാവുന്ന മാത്രമേ, പക്ഷേ ആ ട്രസ്റ്റ് ബ്രേക്കാണ് ഇവിടുത്തെ നിങ്ങളുടെ ഇടയിൽ ഇത്രയും പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുള്ളത്. 3 of Swords എനർജിയാണ്. ഐ തിങ്ക് നിങ്ങൾക്ക് ഒരുപാട് വിഷമം തട്ടിയിട്ടുണ്ട് ഈ സിറ്റുവേഷനിൽ. ഇവിടെ പക്ഷേ ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ് നേരത്തെയും വന്നിരുന്നു. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട് എന്ന് അവർക്കറിയാം. അതുമാത്രമല്ല അവർക്കും നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ള രീതിയിലാണ്. ഐ ഹാവ് ട്രൂ ലവ് ആൻഡ് കമ്പാഷൻ ഫോർ യു. ഓക്കെ, സോ അവർ ഇമോഷണലി നിങ്ങളോട് നല്ലോണം കണക്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ എത്ര ദേഷ്യം കാണിക്കുമെന്നൊക്കെ അവർക്കൊരു പേടിയുണ്ട്. ബട്ട് എന്നാലും അവർക്കറിയാം ദറ്റ് നിങ്ങളുടെ ഉള്ളിലും സ്നേഹമുണ്ടെന്നറിയാം. അവർക്കും നിങ്ങളോട് അത്രയും ആ ഒരു സ്നേഹത്തോടെയാണ് അവർ കാണുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആണ്. ലെറ്റ് മീ ബി യുവർ നൈറ്റ് ഇൻ ഷൻ. നൈറ്റ് ഓഫ് കപ്സ് നേരത്തെ നമ്മൾ കണ്ടിരുന്നു. സോ യെസ്, അവർ നിങ്ങളോട് സംസാരിക്കാൻ റൊമാൻറ്റിക് ആയിട്ട് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് അവർക്ക് നിങ്ങളോട് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകണം നല്ലോണം ആഗ്രഹമുണ്ട്. റൊമാൻറ്റിക് ലവ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ടു ഓഫർ യു എന്നാണ് പറയുന്നത്. അവർക്ക് നിങ്ങളോട് ആ റൊമാൻറ്റിക് ലവ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തോടെയുള്ള ഒരു ഓഫറുമായിട്ട് വരാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് മെസ്സേജ് കൂടെ എടുക്കാം. 8 of Swords. ഓക്കെ, Empress, Devil. Okay, 5 Swords and one more 6 of Wands. Okay. ഡെത്ത് കാർഡ് വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ 3 തവണയായി നമുക്ക് ഡെത്ത് കാർഡ് വരുന്നു. 3 ഡെക്ക് ഡിഫറെൻറ്റ് ഡെക്സ് എന്നാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഞാൻ ആ കാര്യം പറയാനേ വിട്ടുപോയി. എൻഡിങ് എന്ന് മാത്രമല്ല, ഇവിടെ ഒരു മാറ്റം വരേണ്ട സമയമാണ്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ അതായത് ഇത്രയും കാലം ഉണ്ടായിരുന്ന മേ ബി ആൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, പേഴ്സൺ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, കൂടുതൽ അടുപ്പം കാണിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ ഇനി അതിനൊരു മാറ്റം വരാനുള്ള സമയമായി. ഓക്കെ, അപ്പോൾ ഇനി അവർ ഇതേപോലെ ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടും എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതാണ് ഇവിടെ തീരുമാനം എടുക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞത്. സോ അവർ ഇവിടെ ഒരു മാറ്റം അവരിൽ വരണം. ഓക്കെ, സിറ്റുവേഷനിൽ വരണം, അവരിൽ മാറ്റങ്ങൾ വരണം. കാരണം അവർ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവണം, കുറച്ചുകൂടി ആക്ഷൻ എടുക്കണം, കുറച്ചുകൂടി നിങ്ങളോട് അറ്റൻഷൻ തന്ന് നിൽക്കണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അവരിൽ മാറ്റം വരാനുണ്ട്. സോ അതിൻ്റെ സമയമാണ് എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ അതുകൊണ്ടാണ് ഈ സെപ്പറേഷൻ. ഇപ്പം നിങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ടെങ്കിൽ, സെപ്പറേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് ഈ മാറ്റം വരാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള ഒരു സ്പേസ് ആണ് ഇപ്പോൾ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ അവർക്ക് പക്ഷെ നല്ല പേടിയുണ്ട്. അവർക്ക് പേടിയുണ്ട്, ഡൗട്ടുണ്ട്, സെൽഫ് ഡൗട്ട് ഉണ്ട്. അവർ തോന്നുന്ന സിറ്റുവേഷൻസ് ശരിയല്ല, സാഹചര്യങ്ങൾ ശരിയല്ല, എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല, ഞാൻ പെട്ട് നിൽക്കുകയാണ്, സ്റ്റക്കാണ്, എനിക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല എന്ന രീതിക്കൊക്കെ അവരുള്ളിൽ ഒരുപാട് ചിന്തകളുണ്ട്. ആ പേടികൾ അവരെ ഒന്ന് തടഞ്ഞു നിർത്തുന്നുണ്ട്.
ബട്ട് അവർക്ക് അപ്പോഴും നിങ്ങളോട് ഡീപ്പ് ബോണ്ടാണ്. എംപ്രസ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. എംപ്രസ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല എംപ്രർ വട്ടെവർ, നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ശരിക്കും ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, മേ മാരേജ് പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ശരിക്കും റിലേഷൻഷിപ്പ് നല്ല ഒരു ബന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നവർക്ക് ആ രീതിയിലാണ് നിങ്ങളെ അവർ കാണുന്നത്. ഓക്കെ, നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്. റെസ്പെക്റ്റ് മാത്രമല്ല ഒരു സ്നേഹം എല്ലാം ഉണ്ട്. ഐ ഫീൽ ലസ് ഫോർ യു, ഐ ഹാവ് പവർ ഓവർ യു, ഐ കൺട്രോൾ യു വിത്ത് മൈ പാഷൻ. ഓക്കെ, ഇത് ഡെവിൾ എനർജിയാണ്. ബട്ട് എനിക്ക് ഈ എനർജി നമ്മുടെ റീഡിങ്ങിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ബട്ട് യെസ്, അവർക്കൊരു പാഷനേറ്റ് ആയിട്ട് അട്രാക്ഷൻ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അവർക്ക് നിങ്ങളോട് മേ ബി ആ ഒരു ഒബ്സഷൻ ഉണ്ട് കുറച്ചൊക്കെ. ഓക്കെ, നിങ്ങളെ വിട്ടു പോകാൻ അതുകൊണ്ട് സാധിക്കില്ല. എനിവേ, ബട്ട് ഇതൊരു റോങ് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ ഉണ്ട് എന്ന രീതിക്ക് ഞാൻ എടുക്കുന്നു. ഓക്കെ, നോ വൺ ഈസ് വിന്നിങ് ഹിയർ, വി ബോത്ത് ആർ ലൂസിങ് യെറ്റ് കനോട്ട് സീ ഇറ്റ്. ഓക്കെ, 5 of Swords അവർ പറയുന്നത് നമ്മൾ തമ്മിൽ എപ്പോഴും ഈ വഴക്കും പ്രശ്നങ്ങളുമായിട്ട് ഇവിടെ ഞാനും ജയിക്കുന്നില്ല, ആരും ജയിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഇവിടെ അത് നമുക്ക് മാറ്റി വെച്ച് നമുക്ക് കാര്യങ്ങളൊന്ന് ശരിയാക്കി കൂടെ, അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുവന്നൂടെ എന്നാണ് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ക്ലാഷസ് വരുമ്പോൾ നമുക്ക് പരസ്പരമുള്ള ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ പോലെ. സോ അവർ അത് പറയുകയാണ് ദറ്റ് ഓക്കെ നമുക്കിനി ശരിയാക്കി കൂടെ എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ 6 of Wands, യെസ് യു മേക്ക് മീ ഫീൽ ലൈക്ക് എ ഹീറോ ആൻഡ് ഐ ലവ് ദാറ്റ്, ഐ എം കമ്മിങ് ഹോം എന്ന് പറയും. അതായത് അവർക്ക് ശരിക്കും നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് അവർക്കൊരു വാലിഡേഷൻ കിട്ടുന്നത്. അവർക്കൊരു ജയിച്ചു വരുന്നൊരു ഫീലിംഗ് ആണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ. നിങ്ങൾ അങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് തന്നെ ചെയ്താലും വീണ്ടും നിങ്ങൾ മാപ്പ് കൊടുത്ത്, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ അവരോട് ആ സ്നേഹത്തോടെയൊക്കെ നിൽക്കുന്നുണ്ടാവും. സോ എവിടെയോ അവർക്ക് ശരിക്കും നിങ്ങളിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അവർക്ക്. ഓക്കെ, അത് എന്തായാലും തിരിച്ച് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ റിലേഷൻഷിപ്പ് ഒരു വിക്ടറിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നും പറയാം. സോ യെസ്, ഓക്കെ, ചില പ്രോബ്ലംസ് ഉണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം അവരതിനെ ഓവർകം ചെയ്ത് വരാനും ആഗ്രഹിക്കുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും നോക്കാം. ബട്ട് അഗെയിൻ, നിങ്ങളിപ്പോൾ നോ കോൺടാക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഇതൊക്കെ കേട്ടിട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ പോലെ. ഓക്കെ, അവരിങ്ങോട്ട് വരട്ടെ, ഇതൊക്കെ പറയാനുള്ളത് അവർ നേരിട്ട് വന്ന് പറയട്ടെ, അല്ലേ? ഓക്കെ, സോ കാത്തിരിക്കൂ. കാത്തിരിക്കൂ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ പ്രശ്നം കാത്തിരിക്കാനല്ല പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് നടക്കട്ടെ, മുന്നോട്ട് പോട്ടെ. ഓക്കെ, അവർ വരികയാണെങ്കിൽ വരട്ടെ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.